കൃഷിമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനും പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിന്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ല എന്ന് മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറങ്ങി. ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാനൊന്ന് സബ്ജക്റ്റ് പൂർത്തീകരിച്ചു. ഒന്ന് ഒരു മിനിറ്റ് പൂർത്തീകരിച്ചു. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. അപ്പൊ ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, കൂട്ടത്തിലൊരുത്തനാണ്, കൂടെ ഉണ്ടായിരുന്നവനാണ്. ഓഗസ്റ്റ് മുതൽ വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കൂടെ ഇരുത്തുമ്പോൾ അറിയില്ലായിരുന്നോ മന്ത്രിക്ക് ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകുമെന്ന്? കൃഷിവകുപ്പ് ഡയറക്ടർ ആദ്യം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. കൃഷിമന്ത്രി ടി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെ സിദ്ദിഖ് മീഡിയ റൂമിലേക്ക് എത്തി. സഭാ സമ്മേളനം അവസാനിച്ച ശേഷമാണ് അവിടേക്ക് സിദ്ദിഖ് എത്തിയത്. സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെ മന്ത്രി മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരെത്തിയാണ് പറഞ്ഞത് ശ്രീറാം വെങ്കിട്ടരാമൻ കൂടി മീഡിയ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വന്നപ്പോൾ പിന്നിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് സിദ്ദിഖിനൊപ്പം അവിടെ ഡയസിലേക്ക് കയറി ഇരിക്കുന്നതാണ് കണ്ടത്. സിദ്ദിഖിന്റെ തൊട്ടിപ്പുറയുള്ള കസേരയിൽ വന്നിരുന്നു. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ശ്രീറാം വെങ്കിട്ടരാമനും ഒത്തുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു കാര്യം കൃത്യമായി തന്നെ അറിയിച്ചു. ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു കേസിലെ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതിയാണ്. ആ കേസിലെ ഒന്നാം പ്രതിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഒപ്പം ഇരിക്കുമ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ ടി സിദ്ദിഖ് ഈ വിഷയം ഒന്ന് പൂർത്തീകരിക്കട്ടെ, താൻ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ എന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം തുടർന്നതിനെ തുടർന്ന് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ സ്വമേധയാ അവിടെ നിന്നും എണീറ്റ് പോവുകയായിരുന്നു. അരി പറഞ്ഞതുപോലെ ഓഗസ്റ്റിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ ആരംഭിക്കാൻ പോകുന്നത്. ശ്രീറാം ആദ്യമായല്ല ഇത്തരത്തിൽ പ്രതിഷേധം നേരിടുന്നത്. ഇതിനു മുൻപ് ശ്രീറാമിനെ മറ്റ് പലയിടങ്ങളിലും പല തസ്തികകളിലും നിയോഗിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ആലപ്പുഴ കളക്ടറേറ്റിലേക്കൊക്കെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലയിടങ്ങളിലായി പല തസ്തികയിലേക്ക് എത്തുമ്പോൾ ശ്രീറാമിനെ വേണ്ട എന്ന് പല വകുപ്പിലും മന്ത്രിമാരടക്കമുള്ളവർ തൻ്റെ വകുപ്പിലേക്ക് വേണ്ട എന്നുള്ള നിലപാടൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ശ്രീറാം വെങ്കിട്ടരാമനെ കൃഷി വകുപ്പിൽ നിന്നും മാറ്റാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടന്നത്. വാർത്താ സമ്മേളനം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടികൾ, ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ പ്രഖ്യാപനത്തിനാണ് ഇന്ന് സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എത്തുകയും അവിടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. ഈ പ്രതിഷേധം ഉയർന്ന ആദ്യഘട്ടത്തിൽ അവിടെ നിന്നും എണീറ്റ് പോകാനോ അല്ലെങ്കിൽ എണീപ്പിച്ചു വിടാൻ മന്ത്രിയോ തയ്യാറായില്ല. അതിനുശേഷമാണ് പിന്നീട് സ്വമേധയാ ശ്രീറാം വെങ്കിട്ടരാമൻ അവിടെ നിന്നും എണീറ്റ് പിന്നിലേക്ക് പോയത്. ആര്യ. ശരി, അമൽ തേനമറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. 7 വർഷമാകുന്നു ഈ വരുന്ന ഓഗസ്റ്റിൽ. 7ാം വർഷമെങ്കിലും വിചാരണ തുടങ്ങാൻ പോവുകയാണ്. കേസിൽ ആകെ ഒരേ ഒരു പ്രതിയേ ഉള്ളൂ. 2ാം പ്രതിയെ ഇടയ്ക്ക് കുറ്റപത്രത്തിനിടയ്ക്ക് കുറ്റവിമുക്തയാക്കിയിരുന്നു. ഇപ്പോൾ ഒരൊറ്റ പ്രതി, ഏക പ്രതി, 1ാം പ്രതി അത് ശ്രീറാം വെങ്കിട്ടരാമനാണ്. ഞാനൊന്ന് സബ്ജക്റ്റ് പൂർത്തീകരിച്ചു. ഒന്ന് ഒരു മിനിറ്റ് പൂർത്തീകരിച്ചു. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1 മണിക്ക് ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ച് വാഹനമോടിച്ചു കെ എം ബഷീർ എന്ന മാധ്യമപ്രവർത്തകനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയത്. ആ കേസിലെ വിചാരണ നടപടികൾ 2019 ഓഗസ്റ്റിലാണ്. ഇപ്പോൾ ഈ വർഷം ഓഗസ്റ്റിൽ വിചാരണ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് കോടതി.